ശ്രീ രാഹുൽജി, അങ്ങയോടൊരു ചെറിയ ചോദ്യം. അങ്ങയുടെ പേരിൻ്റെ അവസാനം ഒരു ഗാന്ധി എന്ന വാക്ക് ചേർത്തിട്ടുണ്ടല്ലോ. അത് അങ്ങേക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങയുടെ കുടുംബത്തിന് തന്നെ ആ പേര് വന്നത് അങ്ങയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിക്ക് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഗാന്ധി എന്ന പേര് ഫിറോസ് ഗാന്ധിക്ക് നൽകുകയും ഫിറോസ് ഗാന്ധിയുടെ ഭാര്യയായതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ട് രാജീവ് ഗാന്ധിക്ക് ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് താങ്കൾക്ക് ആ പേര്, ആ വിശേഷണം ലഭിക്കുകയുണ്ടായി. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് കീർത്തി കെട്ടതാണ് അപ്പോൾ വാക്ക്. ആ രണ്ടക്ഷരം കൊണ്ട് താങ്കൾക്ക് നേടുവാൻ കഴിയുന്നത് ചെറുതല്ല എന്ന കാര്യം നാം തിരിച്ചറിയണം. പക്ഷേ അതിനോടൊപ്പം താങ്കൾ അറിയേണ്ട ഒരു കൊച്ചു കഥയുണ്ട്. നമുക്കറിയാം, തീർച്ചയായും കോൺസ്റ്റാന്റിനോപ്പിളിൽ തുർക്കിയിൽ സംഭവിച്ചൊരു സംഭവവികാസം. ആ സംഭവത്തിൽ അവിടുത്തെ ഖലീഫമാരെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടരാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും ഇന്ത്യയിലെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തിന് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സ്വാഭാവിക ആക്ഷേപം ഉണ്ടാകുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ അവരും കൊച്ചു സമരങ്ങളുമായി, പോരാട്ടങ്ങളുമായി അവരണിനിരക്കുന്നു. അതൊരു വലിയ കലാപമായി മാറുന്നു. മാപ്പിള കലാപം എന്നാണ് പിൽക്കാലത്ത് ചരിത്രം വിലയിരുത്തി. ആ കലാപത്തെ ഖിലാഫത്ത് സമരം എന്ന ഓമനപ്പേര് കൊടുത്തുകൊണ്ട് 1921 നടന്ന ആ ഖിലാഫത്ത് സമരത്തെ മുമ്പ് നാം സൂചിപ്പിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ധിഷണാശാലിയായ നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം ഓടിയെത്തി മലബാറിൽ. അവിടെ ഓടിയെത്തി ആ ഖിലാഫത്ത് സമരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തിരിച്ചുവിട്ടു. അവിടെ നാം തിരിച്ചറിയണം, ആ മുസ്ലിം മതവികാരമുണ്ടായതാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ പേരുണ്ടായ വികാരമാണ്. ആ വികാരത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഖിലാഫത്ത് സമരത്തെയും പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഇന്ത്യയുടെ മുതൽക്കൂട്ടായി മാറുന്നതിന് ഉതകത്തക്ക തരത്തിലുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി സ്വീകരിച്ചതെങ്കിൽ ആ മഹാത്മാഗാന്ധിയുടെ ഗാന്ധി എന്ന പേര് അങ്ങ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വലതുവശത്ത് വിശേഷണമായി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം അറിയണം, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി പോലും കണക്കാക്കാതെ ഇന്ത്യയിൽ നിന്ന് നിഷ്കാസിതരാക്കാൻ കഴിയുന്ന CAA സിറ്റിസൺ അമെൻഡ്മെൻറ്റ് ആക്ട് വന്നപ്പോൾ അങ്ങ് എവിടെയായിരുന്നു? അങ്ങയുടെ നാവെന്താണ് അതിനെതിരെ ചലിക്കാതിരുന്നത്? അങ്ങയുടെ സ്ഥാനം അങ്ങേക്കറിയില്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ ജനകോടികൾ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാവിൽ നിന്ന് അത്തരത്തിലൊരു പരാമർശം വരാൻ അവർ കാത്തിരിക്കുന്നു. വൻകിട പ്രക്ഷോഭം അങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയെങ്കിലും അങ്ങയിൽ നിന്നൊരു വാക്കാ രൂപത്തിലേക്ക് വരുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളായ ജനകോടികൾ എന്നു മാത്രമല്ല, അവരുടെ താല്പര്യത്തെ ആഗ്രഹിക്കുന്ന ഹിന്ദു മതവിശ്വാസികളായ ജനകോടികൾ ധാരാളം പേർ തീർച്ചയായും ആ മുസ്ലിങ്ങളുടെയും തങ്ങളുടെ സഹോദരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി നിലകൊണ്ടിരുന്ന ആ ഹിന്ദുക്കളും അങ്ങയുടെ വാക്കിനെ കേൾക്കുന്നു, അറിയാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ വിഭജന സമയത്ത് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവർ ഉപയോഗിച്ചതെങ്കിൽ അവർ വിഭജിച്ച് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമായി 2 രാഷ്ട്രമായി ചേർന്നിരിക്കാൻ തീരുമാനിച്ചപ്പോൾ ലോകത്തിലെ അംഗസംഖ്യയിൽ 2ാം സ്ഥാനം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന ഭാരതമാക്കി ഈ രാജ്യത്ത് ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ജീവിക്കാൻ ആഗ്രഹിച്ച, ഈ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ആഗ്രഹിച്ച, ഈ ഭൂപ്രദേശത്ത് ജനിച്ച് ഈ ഭൂപ്രദേശത്ത് തന്നെ മണ്ണടിയാൻ ആഗ്രഹിച്ച, ഇവിടെ മുതൽക്കൂട്ടാകുവാനുള്ള പൗരന്മാരുടെ ശേഷി ഈ രാജ്യത്തിന് സംഭാവനയാണെന്ന് ആഗ്രഹിച്ച, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങളുടേതായി പങ്കുവഹിച്ച ആ മുസ്ലിം ജനവിഭാഗം അവർ പാകിസ്ഥാനിലേക്ക് പോയില്ല. അവർ നിലകൊണ്ടത് ഈ ഭാരതത്തിലാണ്. അവരിഷ്ടപ്പെടുന്ന മതേതരത്വമാണ്, മതേതര ഭാരതമാണ് അവർക്ക് ആവശ്യം, ഈ സംസ്കാരമാണ് അവർക്ക് ആവശ്യം, ഇവിടുത്തെ ജീവവായുവാണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന ഇന്ത്യയിലെ ജനകോടികളുടെ സന്തതി പരമ്പരകൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അവർ ആശങ്കയിലാണ്. അവർ ക്രൂരമായ പ്രതിസന്ധികളെ നേരിടുന്നു. ഗ്യാൻബാബിയിൽ നടന്ന സംഭവം, അങ്ങനെ നിരവധി സംഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടായ അക്രമ സംഭവം നടന്നപ്പോൾ അവിടെയെല്ലാം ഓടിയെത്തുന്നത് വൃന്ദ കാരാട്ടിനെ പോലെ, പ്രകാശ് കാരാട്ടിനെ പോലെ, യെച്ചൂരിയെ പോലെ
ഇടതുപക്ഷ നേതാക്കന്മാരാണ് അവിടെ എത്തിച്ചേരുന്നത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് എത്തിച്ചേരുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജാതിയും മതവും യാതൊരു വിഭാഗീയതയുമില്ല. പക്ഷേ എങ്കിലും ഒരു മതവിഭാഗം വേറൊരു വിഭാഗത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഇരകളോടൊപ്പമാണ് ഇടതുപക്ഷം, അതിനോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഏതൊരു ഭാഷയുടെ പേരിൽ ഒരു അടിച്ചേൽപ്പിക്കൽ ശ്രമം മറ്റൊരു വിഭാഗം നടത്തിയാൽ ആ ഇരയോടൊപ്പമാണ് ഈ ഇടതുപക്ഷം. എവിടെയാണോ അശക്തർ, എവിടെയാണോ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, ആ പാർശ്വവൽക്കരിക്കുന്നതോടൊപ്പം അവരുടെ മുന്നേറ്റത്തിന് മുഖ്യധാരയിൽ അവരെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് മുന്നിൽ നിന്നത്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, അങ്ങ് എവിടെയായിരുന്നു രാഹുൽജി? അങ്ങയെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അങ്ങയുടെ സഹോദരി അടക്കം വരുന്നല്ലോ ഇവിടെ. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആ പിണറായി വിജയൻ പൊതുരംഗത്തിറങ്ങിയപ്പോൾ ഈ കണ്ണൂരിലെ മതേതരത്വത്തിന്, കേരളത്തിലെ മതേതരത്വത്തിന് വെല്ലുവിളി ഉയർന്ന സമയത്ത് ആ സമയത്ത് ധീരമായി സൈക്കിൾ ചവിട്ടി മൈക്കും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആ ക്രൂരമായ മനസ്സോടുകൂടി ചില ഹിന്ദുമത തീവ്രവാദികൾ കാണിച്ച ആ വ്യാജ പ്രചരണത്തിനെതിരെ പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ട് ആ നാട്ടിലെ മതസൗഹാർദ്ദം, ആ മതേതൃത്വം കാത്തു സൂക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ചെറുതായിരിക്കുന്ന സമയത്ത്, യുവാവായിരിക്കുന്ന സമയത്ത് ഇറങ്ങിത്തിരിച്ച ധീര വിപ്ലവകാരിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് നേരെ ഖമ എന്നൊരു വാക്ക് ഉച്ചരിക്കുവാൻ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾക്ക് യോഗ്യതയില്ല. എന്നു മാത്രമല്ല, ആ പിണറായി വിജയൻ്റെ നേതാവ് AK ഗോപാലൻ, AKG നിസ്സാരമായ പാർലമെൻറ്റ് അംഗങ്ങളുമായി, വെറും 19 അംഗങ്ങളുമായി ഇന്ത്യൻ പാർലമെൻറ്റിലിരിക്കുമ്പോൾ നമുക്കറിയാം 408 പാർലമെൻറ്റ് അംഗങ്ങളുമായി ഇന്ത്യയിലെ മികവാർന്ന നേതാവായി നിലനിൽക്കുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ശ്രദ്ധിക്കുമായിരുന്നു ഇവിടെ എന്താണ് AK ഗോപാലൻ, AKG പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അതുകൂടി ശ്രദ്ധിച്ചും വിലയിരുത്തിയുമാണ് ഭരണം നടത്തിയിരുന്നതെന്ന് മാത്രമല്ല, അങ്ങേക്ക് പാരമ്പര്യം കിട്ടേണ്ടതാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ ഒരാളായിരുന്നു സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു ഒരു ഹിന്ദു മത തീവ്രവാദികൾക്കും ഒരു മുസ്ലിം മത തീവ്രവാദികൾക്കും യാതൊരു മത തീവ്രവാദികൾക്കും കീഴ്പ്പെട്ടിരുന്നില്ല എന്ന യാഥാർത്ഥ്യം താങ്കൾ തിരിച്ചറിയണം. ഒരു മതത്തെയും പ്രകടിപ്പിക്കുവാൻ തയ്യാറാകാതിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനം 1000 വർഷം കഴിഞ്ഞാലും ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല. എന്തേ ആ രക്തത്തിൽ പിറന്നു എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ടത് കഴിയുന്നില്ല? താങ്കൾ ആവശ്യമായ കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് നാവ് തുറക്കുന്നില്ല എന്ന സംശയം ഇന്ത്യയിലെ ജനകോടികൾക്കുണ്ട്. അവരിൽ ഒരുവനായ എളിയവനായ എനിക്കും ആ ചിന്തയുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.